ചികിത്സാ പിഴവിനെ തുടർന്ന് കത്രിക വയറ്റിൽ കുടുങ്ങിയ ഉഷ ജോസഫ് ആശുപത്രി വിട്ടു. ശസ്ത്രക്രിയ അടക്കം 10 ദിവസമാണ് ഉഷ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത്. 5 വർഷമായി ഒരുപാട് വേദന സഹിച്ചെന്നും ഒപ്പം നിന്നവർക്ക് നന്ദിയെന്നും ഉഷ പറഞ്ഞു. എനിക്ക് വേദനയൊക്കെ ഇച്ചിരി കുറവുണ്ട്. പുന്നപ്പുറത്തൊക്കെ ഗ്രാമപഞ്ചായത്തിലെ തോവിയാസ് മുൻഗണന എടുത്ത് തന്നെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ MP-മാരും MLA-മാരും എല്ലാവരും വിളിച്ച് വിവരം തിരക്കുകയും എല്ലാ കാര്യത്തിനും എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടെ ഉണ്ട്. ഞാൻ എല്ലാവരുടെ അടുത്തും വന്ന് നന്ദി പറയുന്നതായിരുന്നു. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, താങ്ങാകും എന്ന് കരുതിയ സിസ്റ്റത്തിന്റെ പിഴവ് മൂലം വർഷങ്ങൾ നീണ്ട വേദന അനുഭവിക്കേണ്ടി വന്ന സ്ത്രീയാണ് അവർ. എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി? വിവരങ്ങൾ. ഒരു സിസ്റ്റത്തിന്റെ പൂർണ്ണ തകർച്ചയായിരുന്നു ഉഷയുടെ വയറ്റിൽ കണ്ടെത്തിയ കത്രിക എന്ന കാര്യത്തിൽ തർക്കമില്ല. ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ അശ്വിനാണ് വാർത്ത പുറംലോകത്തെ അറിയിച്ചത്. പിന്നീട് സംവിധാനങ്ങളൊക്കെ ഉഷയ്ക്ക് വേണ്ടി ഉഷയുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് നമ്മൾ കണ്ടതാണ്. അന്ന് ഈ സ്കാനിംഗ് റിപ്പോർട്ട് പുറത്തു വന്ന് 2-ാം ദിവസം ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അതിനുശേഷം 22-ാം തീയതിയാണ് ഉഷയുടെ ശസ്ത്രക്രിയ നടന്നത്. കത്രിക പുറത്തെടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസം പിന്നിടുമ്പോഴാണ് ഉഷ ആശുപത്രി വിടുന്നത്. ഉഷയുടെ ആരോഗ്യം തൃപ്തികരമെന്നാണ് ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ കുടുംബവും വ്യക്തമാക്കിയത്. അവരൊരു സങ്കടം പങ്കുവച്ചത് ആദ്യഘട്ടത്തിൽ, അതായത് ഈ സംഭവം നടന്ന വലിയ വിവാദമായ ഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഫോൺ കോൾ അവരെ തേടി എത്തിയിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അവർ ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. സംസ്ഥാന സർക്കാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഹർഷീനയുടെ അവസ്ഥ നമുക്കറിയാം. ഹർഷീന നടത്താത്ത സമരങ്ങളില്ല, കയറാത്ത ഓഫീസുകളില്ല. അത്തരമൊരു അവസ്ഥ ഞങ്ങൾക്കുണ്ടാകരുത് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനു മുൻപ് തന്നെ കൃത്യമായി ഇടപെട്ട് ഈ സിസ്റ്റത്തിന്റെ വീഴ്ചയിൽ ആർക്കാണോ വീഴ്ച സംഭവിച്ചത് അവർക്കെതിരെ നടപടിയെടുക്കണം. അതോടൊപ്പം തന്നെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള നടപടികളും വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ആ കുടുംബം ഉള്ളത്. ഉഷ ആശുപത്രി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു അല്പസമയത്തിനകം തന്നെ പുന്നപ്പുറയിലെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യും. അർഷിത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.